ഹായ് ഹലോ ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 ഡൈജസ്റ്റീവ് സിസ്റ്റം S2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കാൻ എളുപ്പമായിട്ട് നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു അല്ലെ. ദ ഓർഗൻസ് ദാറ്റ് മേക്ക് അപ്പ് ദ എലിമെന്ററി കനാൽ ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആക്സറി ഓർഗൻസ്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് ഹിസ്റ്റോളജി ഓഫ് ദ ഗട്ട് വെച്ചിട്ടാണ് അല്ലെ. ഹിസ്റ്റോളജി ഓഫ് ദ ഗട്ടിലെ സീറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എവിടെ നിന്നാണ് എലിമെന്ററി കനാല് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൗത്തിൽ നിന്നാണ് അല്ലെ. അവസാനിക്കുന്നതോ ഏനസിൽ. അപ്പൊ മൗത്ത് ടു ഏനസ് ആണ് എലിമെന്ററി കനാൽ. നമ്മൾ പറഞ്ഞു ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം രണ്ടായി ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണ്. The organs that make up the alimentary canal, that is the organs from mouth to anus. അതാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആക്സറി ഓർഗൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ കൂടെ പഠിച്ചു എങ്ങനെയാണ് ഡൈജഷൻ ഓഫ് ഫുഡ് എന്നും പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കവർ ചെയ്തു. അപ്പൊ നമുക്ക് അധികം സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ഡൈജസ്റ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓറൽ ക്യാവിറ്റി, മൗത്ത്, പരോട്ടിഡ് ഗ്ലാൻഡ്, ഫാരിങ്സ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്സ്. നിങ്ങൾക്ക് വായിക്കാൻ അറിയാലോ, ഞാനിത് വായിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇത്രയും പാർട്ടുകൾ നമ്മൾ പഠിക്കണം. ഇതൊക്കെ എവിടെയാണ്, എന്താണ്, ഇവരൊക്കെ എന്താ ചെയ്യണമെന്ന് 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കും. എല്ലാ ഡൈജഷനും കഴിയുമ്പോൾ നിങ്ങൾ ഈ ഫിഗർ അല്ലെങ്കിൽ ഈ ഡയഗ്രാം ഒന്നുകൂടെ ഒന്ന് എടുത്ത് നോക്കണം. ഇതിൽ ഏതെങ്കിലുമൊക്കെ പാർട്ട് ഞാൻ വിട്ടിട്ടുണ്ടോ? അപ്പൊ ഒന്നും വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആയി നടത്താം. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയി നടത്താം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൗത്ത് ആണ് അല്ലെ. മൗത്ത് എന്ന് പറഞ്ഞാൽ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി. ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ അപ്പർ ലിപ്പ് ആൻഡ് ലോവർ ലിപ്പ്. അപ്പർ ലിപ്പും ലോവർ ലിപ്പും കഴിഞ്ഞാൽ അകത്ത് കാണുന്ന ആ വലിയ അറയാണ് നമ്മൾ വായ. ആ അറയാണ് നമ്മൾ പറയുന്ന ഓറൽ ക്യാവിറ്റി ഓർ ബക്കൽ ക്യാവിറ്റി. അതിനകത്ത് എന്താ ഉള്ളത്? ടീത്തും ടങ്ങും. അപ്പൊ അപ്പർ സർഫസ് ഓഫ് ദ ടീത്തില് അപ്പർ സർഫസ് ഓഫ് ദ ടങ്ങില് ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ട്. ആ പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് പാപ്പിലെ. പാപ്പിലയിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. നമുക്കറിയാം ടേസ്റ്റ് പലതരത്തിലുള്ള ടേസ്റ്റ് ഉണ്ട് അല്ലെ. ഈ ടേസ്റ്റ് ഉള്ളതൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ടങ്ങിലാണ്. ടങ്ങിൽ എവിടെയാണ്? പാപ്പിലയിലാണ്. പാപ്പില എന്താണ്? പ്രൊജക്ഷൻസ് ആണ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാപ്പില ഉണ്ട്. നമുക്ക് എന്താന്നൊക്കെ പഠിക്കാം. അപ്പൊ മൗത്തില് അപ്പർ ലിപ്പും ലോവർ ലിപ്പും ഉണ്ട്. അത് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി ഉണ്ട്. അവിടെയാണ് ടീത്തും ടങ്ങും ഉള്ളത്. ടങ്ങില് ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ആണ്. പ്രൊജക്ഷൻസിനെ പാപ്പില എന്ന് പറയും. പാപ്പിലയിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. നമ്മുടെ ഈ ബക്കൽ ക്യാവിറ്റിയുടെ റൂഫിനെ നമ്മൾ പറയുന്ന പേരാണ് പാലറ്റ്. പാലറ്റ്. നിങ്ങൾ നാക്ക് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം. പല്ലിന്റെ അടുത്ത്, ടീത്തിന്റെ അടുത്തുള്ള പാലറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ് അല്ലെ. അതേസമയം അകത്തേക്കാണെങ്കിലോ അത് സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് അതിന്റെ പേര്. ഫ്രണ്ട് പാർട്ട് അല്ലെങ്കിൽ പല്ലിനോട് അടുത്ത റൂഫിനെ പറയുന്ന പേര് ഹാർഡ് പാലറ്റ് എന്നും അകത്തോട്ട് പോകുന്ന പാലറ്റിനെ പറയുന്ന സോഫ്റ്റ് പാലറ്റ് എന്നുമാണ്. റൂഫ് ഓഫ് ദ ബക്കൽ ക്യാവിറ്റി ഈസ് നോൺ ആസ് പാലറ്റ്. ആ പാലറ്റില് ഹാർഡ് പാലറ്റ് ഫ്രണ്ടിലും സോഫ്റ്റ് പാലറ്റ് ബാക്കിലും. അവിടെ നിന്നൊരു പ്രൊജക്ഷൻ ഉണ്ട്. അതിനെയാണ് ഉവുല എന്ന് പറയുന്നത് അല്ലെ. UVULA, ഉവുല. അപ്പൊ ഇതാണ് നമ്മുടെ മൗത്ത് എന്ന് പറയുന്ന കാര്യം. മൗത്തിനകത്ത് ഓറൽ ക്യാവിറ്റി, മൗത്ത് ഓപ്പണിംഗ് ആണ്. അതിനെ ഗാർഡ് ചെയ്ത് അപ്പർ ലിപ്പും ലോവർ ലിപ്പും ഉണ്ട്. അത് കഴിഞ്ഞാൽ കാണുന്ന ക്യാവിറ്റിയാണ് ബക്കൽ ക്യാവിറ്റി അഥവാ ഓറൽ ക്യാവിറ്റി. അവിടെയാണ് ടീത്തും ടങ്ങും ഉള്ളത്. ടങ്ങില് ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ പാപ്പില എന്ന് പറയും. പാപ്പിലയിലാണ് ടേസ്റ്റ് ബഡ്സ് കാണുന്നത്. ബക്കൽ ക്യാവിറ്റിയുടെ റൂഫിനെ പാലറ്റ് എന്ന് പറയും. പാലറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് പാലറ്റ് ആൻഡ് സോഫ്റ്റ് പാലറ്റ്. തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി എന്താണ് ടേസ്റ്റ്? ഗസ്റ്റേഷൻ. സ്വീറ്റ്, സോർ, സോൾട്ട്, ബിറ്റർ, ഉമാമി. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത്. അങ്ങനെ 6 ടേസ്റ്റ് ആണ് നമുക്കുള്ളത്. സ്വീറ്റ്, സോറ്, സോൾട്ട്, ബിറ്റർ. നമ്മൾ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. അപ്പൊ അതുപോലെയാണ് മധുരത്തിന്റെയും കയ്പിന്റെയും സാധനം. മധുരം എന്ന് പറയുന്നത് നാക്കിന്റെ അറ്റത്ത്, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. കയ്പ് എന്ന് പറയുന്നത് അങ്ങേ അറ്റത്ത്. ഇടയിലാണ് ഈ സോൾട്ടും സോറും ഉള്ളത്. അപ്പൊ നമ്മുടെ ഉമാമി എന്ന് പറയുന്നത് ഡെലീഷ്യസ് ടേസ്റ്റ് എന്നർത്ഥം വരുന്ന ഒരു ജപ്പാനീസ് വാക്കിന്നാണ്. അത് സാവറി ടേസ്റ്റ് ആണ്. അതായത് നമ്മൾ പറയുന്നത് മീറ്റിന്റെ ഒക്കെ ടേസ്റ്റ് എന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കമ്പൈൻഡ് ടേസ്റ്റ് ഓഫ് ദ 4 അതർ ടേസ്റ്റ് എന്ന സ്വീറ്റിന്റെയും സോറിന്റെയും സോൾട്ടിന്റെയും ബിറ്ററിന്റെയും ഒരു കമ്പൈൻഡ് ടേസ്റ്റ് ആണ് ഉമാമി എന്നും പറയാറുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട് 6ാമതൊരു ടേസ്റ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത്. ഫാറ്റിന്റെയോ ലിപ്പിഡിന്റെയോ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒലിയോഗസ്റ്റസ്. അതാണ് 6ാമത്തെ ടേസ്റ്റ്. അപ്പൊ എത്ര ടേസ്റ്റ് ആണുള്ളത്? സ്വീറ്റ്, സോൾട്ട്, സോറ്, ബിറ്റർ, ഉമാമി, ഒലിയോഗസ്റ്റസ്. ഇത്രയും 6 ടേസ്റ്റുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള 6 ടേസ്റ്റുകൾ. ഈ 6 ടേസ്റ്റുകളെ കുറിച്ച് ഓർത്തോളൂ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും എരിവ് എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ലേ.
ഡയറ്റീഷ്യൻകാർക്ക് എന്തായാലും അറിയാമായിരിക്കും, ഡയറ്റീഷ്യൻ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്. അതായത് എരിവ് എന്നൊരു ടേസ്റ്റ് ഇല്ല. ഇറ്റ് ഇസ് ദ ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ ടങ്. ടങ്ങിന്റെ ബേണിംഗ് സെൻസേഷൻ ആണ്. മലയാളത്തിൽ എരിയ എന്ന് പറയില്ലേ? എരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേണിംഗ് സെൻസേഷൻ. പല ജില്ലകളിലും പറയാം, പല ഡിസ്ട്രിക്റ്റിലും പറയാറുണ്ട്. എരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിയ, കത്തുക, ബേണിംഗ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അതേപോലെ തന്നെയാണ് ഹോട്ട് എന്ന് പറയുന്നത് ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ ടങ് ആണ്. ടങ്ങിന്റെ ബേണിംഗ് സെൻസേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ ടേസ്റ്റിന്റെ നമുക്ക് അറിയാതെ പോകുന്നത്. ഒരിക്കലും ടേസ്റ്റേഴ്സ്, ടീ ടേസ്റ്റേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഒരുപാട് എരിവ് കഴിക്കാറില്ല. അല്ലെങ്കിലും നമ്മള് പ്രധാനമായിട്ട് കേരളത്തിലെ ആൾക്കാരാണ് ഈ എരിവൊക്കെ വാരി കഴിക്കുന്നത്. പൊതുവേ വിദേശികളൊന്നും അധികം എരിവുള്ള ഭക്ഷണം കഴിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ എരിവ് എന്നൊരു ടേസ്റ്റ് ഇല്ല എന്ന് ഓർത്തു വെച്ചോളാം. എത്ര ടേസ്റ്റ് ഉണ്ട്? 6 ടേസ്റ്റ്. ഏതൊക്കെയാണ്? സ്വീറ്റ്, സോൾട്ട്, സോറ്, ബിറ്റർ, ഉമാമി, ഒലിയോഗസ്റ്റസ്. ഞാൻ നേരത്തെ പറഞ്ഞു ടങ്ങില് പാപ്പില ഉണ്ട്. ആ പാപ്പിലയിലാണ് ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാപ്പില എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ് പാപ്പിലെ. ഒന്നാമത്തെ ടൈപ്പാണ് ഫഞ്ചിഫോം പാപ്പിലെ. ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന പാപ്പിലയാണ് ഫഞ്ചിഫോം പാപ്പിലെ. നമ്മുടെ ടങ്ങിന്റെ ടിപ്പിലും എഡ്ജസിലും ഒക്കെ കാണുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, ടേസ്റ്റിന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാപ്പിലയാണ് ഫഞ്ചിഫോം പാപ്പിലെ. അപ്പൊ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് പാപ്പിലെ എന്ന് പറയുന്നത് ഫഞ്ചിഫോം ആണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ മാത്രമല്ല, അവര് സെൻസറി സെൽസും ഉണ്ട്. സെൻസറി സെൽസ് തൊട്ടാൽ അറിയുന്ന, ചൂടറിയുന്ന സെൻസറി സെൽസും കൂടെ ഉള്ള ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് പാപ്പിലയാണ് ഫഞ്ചിഫോം പാപ്പിലെ. അതിൽ ഓരോ പാപ്പിലേക്കും 3 മുതൽ 5 വരെ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. 3 to 5 ടേസ്റ്റ് ബഡ്സ്. അപ്പൊ ഫഞ്ചിഫോം 4 ടൈപ്പ് പാപ്പിലെ ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഫഞ്ചിഫോം പാപ്പിലെ എന്ന് പറയുന്നത്. എഡ്ജിലും ടിപ്പിലുമായി കാണുന്നത്. നല്ല ഇലാബറേറ്റ് ആയിട്ടാണ് നോട്ട് തന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് പറഞ്ഞു തരുന്നതിനോടൊപ്പം തന്നെ പഠിച്ചും പോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ പറയരുത് ഇത് വായിച്ചിട്ട് ഇന്ന് മലയാളം അർത്ഥമാണ് പറയുന്നതെന്ന്. കാരണം അത്രയും പറയാനുള്ള അത്രയും ഡെപ്തിലാണ് ഞാൻ നോട്ട് തന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഫുഡ് മിക്സസ് വിത്ത് സലൈവ. സലൈവയായിട്ട് മിക്സ് ചെയ്യും. സലൈവയായിട്ട് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ചവച്ച് അരച്ച് ഒരു സെമി പേസ്റ്റ് പോലെ ആക്കും അല്ലെ. അപ്പോഴാണ് ഈ മിക്സ് ആവുമ്പോഴാണ് ഈ പാപ്പിലെ ഓരോ രുചിയും നമുക്ക് അറിയിച്ചു തരുന്നത്. അത് പിന്നെ നേഴ്സ് വഴി ബ്രെയിനിൽ പോയി ബ്രെയിൻ പറയും ഇന്നതാണ് രുചി. അപ്പൊ നമ്മൾ ആ രുചി അറിഞ്ഞു. അതിനെ സഹായിക്കുന്ന ഒരു പാപ്പിലെയാണ് ഫഞ്ചിഫോം പാപ്പിലെ. ക്ലിയർ ആയോ? ഫഞ്ചിഫോം പാപ്പിലെ എന്ന് പറയുന്നതാണ് കോമൺ ടൈപ്പ് ഓഫ് പാപ്പിലെ. അതിന് സെൻസറി സെൽസ് ഉണ്ട്. ടച്ചും ടെമ്പറേച്ചറും ഒക്കെ തിരിച്ചറിയുന്ന സെൻസറി സെൽസ് കൂടി ഉണ്ട്. രണ്ടാമത്താണ് സർക്കംവാലേറ്റ് പാപ്പിലെ. സർക്കംവാലേറ്റ് പാപ്പിലെ എന്ന് പറയുന്നത് വലിയ പാപ്പിലയാണ്. നമ്മുടെ ത്രോട്ടൊക്കെ തുടങ്ങുന്നില്ലേ, തൊണ്ടയൊക്കെ തുടങ്ങുന്നില്ലേ, അവിടെ ആയിട്ട് കാണുന്നത്. ഇതിനകത്ത് ഓരോ ആൾക്കാർക്കും 7 മുതൽ 12 വരെ സർക്കംവാലേറ്റ് പാപ്പില ഉണ്ടാവും. അതിനകത്ത് ടേസ്റ്റ് ബഡ്സും ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ പാപ്പിലേക്കകത്താണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. അപ്പൊ സർക്കംവാലേറ്റ് പാപ്പില എന്ന് പറയുന്നത് റൗണ്ട് ആണ്, വിസിബിൾ ടു ദ നേക്കഡ് ഐ ആണ്. നമ്മുടെ നാക്കിന്റെ അറ്റത്ത്, ഈ അറ്റത്തല്ല, ത്രോട്ടിന്റെ അടുത്തുള്ള അറ്റത്താണ് അത് കാണുന്നത്. Each circumvallate papilla is surrounded by a kind of trench containing many glands that wash the taste producing substances towards the sensory cells. നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമുക്ക് അറിയണമെങ്കിൽ പല ട്രിക്ക് ഉപയോഗിക്കണം അല്ലെ. അപ്പൊ ഈ സർക്കംവാലേറ്റ് പാപ്പിലയുടെ ചുറ്റും ഒരു ചെറിയ ട്രെഞ്ച് പോലെ, ഒരു കുഴി പോലെ, ഡിപ്രഷൻ പോലെ എന്നൊക്കെ പറയാം. നിറച്ചും ഗ്ലാൻസ് ആണ്. ഗ്ലാൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെക്രീഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ സർക്കംവാലേറ്റ് പാപ്പിലയുടെ ചുറ്റും എന്തുണ്ട്? ഗ്ലാൻസ് ഉണ്ടെന്ന് ഓർക്കുക. ആ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ടേസ്റ്റ് പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസസിനെ സെൻസറി സെൽസിലേക്ക് വിടുന്നത്, അയച്ചു വിടുന്നത്, അതായത് ഒഴുക്കി വിടുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ വിടുന്നത് സർക്കംവാലേറ്റ് പാപ്പിലയാണ്. ഫോളിയേറ്റ് പാപ്പിലെ. ഫോളിയേറ്റ് പാപ്പിലെ എന്ന് പറയുന്നതും നമ്മുടെ ബാക്ക് ഓഫ് ദ മൗത്ത്, എഡ്ജസ് ഓഫ് ദ ടങ് അറ്റ് ദ ബാക്ക് ഓഫ് ദ മൗത്ത്, അവിടെയും എന്തുണ്ട്? അവിടെയും ധാരാളം ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അപ്പൊ ഫഞ്ചിഫോം പാപ്പില ആണെങ്കിലും സർക്കംവാലേറ്റ് പാപ്പില ആണെങ്കിലും ഫോളിയേറ്റ് പാപ്പില ആണെങ്കിലും ഇനി ഒരു പാപ്പിലയും കൂടെ ഉണ്ട്. 4 ടൈപ്പ് പാപ്പില ഉണ്ട്. 4ന്റെയും പേര് പഠിക്കുക. 4ലും എന്തുണ്ട്? 4ലും ടേസ്റ്റ് ബഡ്സും ഉണ്ട്. ഫിലിഫോം പാപ്പിലെ ഏറ്റവും ചെറുതും മോസ്റ്റ് കോമൺ പാപ്പില ഓൺ ദ ടങ്. ഏറ്റവും ചെറുതും വളരെ കോമൺ ആയിട്ട് കാണുന്നതുമായ, നമ്മുടെ ഫഞ്ചിഫോം പാപ്പിലെ പോലെ തന്നെ കാണുന്നതുമായ ഒരു പാപ്പിലയാണ് ഫിലിഫോം പാപ്പിലെ. കോണിക്കൽ ഷേപ്പ് ആണ്. They do not contain taste buds and are thus not involved in taste sensation. അതാണ് അവരുടെ കുഴപ്പം. അവര് ടേസ്റ്റ് സെൻസ് ചെയ്യുന്നതിൽ ഇൻവോൾവ് അല്ല, ടേസ്റ്റ് ബഡ്സ് ഇല്ല. അപ്പൊ 4 തരം പാപ്പില ഉണ്ടെങ്കിലും ടേസ്റ്റ് ബഡ്സ് ഉള്ള പാപ്പിലെ 3 എണ്ണമാണ്. ഫഞ്ചിഫോം, സർക്കംവാലേറ്റ്, അതുപോലെ തന്നെ
ഫോളിയേറ്റ് പാപ്പിലെ അല്ലെ, 3 തരത്തിലാണ് ഫോളിയേറ്റ് പാപ്പിലെ, സർക്കംവാലേറ്റ് പാപ്പിലെ ആൻഡ് ഫഞ്ചിഫോം പാപ്പിലെ. ഇതിനകത്ത് ഫിലിഫോം പാപ്പിലയില് ടേസ്റ്റ് ബഡ്സ് കാണാറില്ല. അപ്പൊ നാക്കില് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം ഇറ്റ് മിക്സസ് വിത്ത് സലൈവ. സലൈവ എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് സെക്രീഷൻ ഓഫ് സലൈവറി ഗ്ലാൻഡ് ആണ്. നമ്മൾ സലൈവറി ഗ്ലാൻഡ് പഠിക്കും, രണ്ടാമത്തെ സെഷനിൽ പഠിക്കും. അതായത് നമ്മൾ ആക്സറി ഗ്ലാൻഡ്സ്, ആക്സറി ഓർഗൻസ് പഠിക്കില്ലേ, അവിടെ നമ്മൾ സലൈവറി ഗ്ലാൻഡ് പഠിക്കും. നമ്മൾ സലൈവറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവ ഫുഡുമായിട്ട് മിക്സ് ആയി നമ്മുടെ പല്ല് അതിനെ കടിച്ച് കീറി മുറിച്ച് ചവച്ചരച്ച് നാക്കിലെത്തിക്കും. നാക്കിലെത്തിച്ച് ഒരു സെമി പേസ്റ്റ് ആയ ഫുഡിനെ ബോളസ് എന്ന് പറയും, BOLUS, ബോളസ്. ആ ബോളസ് നമ്മുടെ നാക്കിലെത്തുമ്പോ പാപ്പിലെ എന്ത് ചെയ്യും, പാപ്പിലെ അത് ഭക്ഷണത്തിനെ മിക്സ് ചെയ്തു സലൈവയായിട്ട് അല്ലെ, പാപ്പിലെ അപ്പൊ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും ടേസ്റ്റിനെ. പാപ്പിലയിലുള്ള ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യും. സ്വീറ്റ് ആണോ, സോൾട്ട് ആണോ, സോർ ആണോ, ബിറ്റർ ആണോ, ഉമാമി ആണോ, ഒലിയോഗസ്റ്റസ് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യും. Within the structure of the papillae are taste buds that contain specialized gustatory receptor cells for the transaction of taste stimuli. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഉള്ള ടേസ്റ്റ് ബഡ്സ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് എന്താണ് ടേസ്റ്റ് എന്ന് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്ന, ഇൻജക്ഷൻ പറഞ്ഞു അല്ലെ, ഇൻജക്ഷൻ നടത്തി നമ്മൾ അകത്തേക്കാക്കുന്ന ഭക്ഷണത്തില് എന്താണ് ടേസ്റ്റ് എന്ന് അറിയാനായിട്ട് അവിടെ റിസപ്റ്റർ സെൽസ് ഉണ്ട്. പാപ്പിലേക്കകത്ത് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ടേസ്റ്റ് ബഡ്സിലാണ് റിസപ്റ്റർ സെൽസ്. റിസീവ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ടേസ്റ്റ് ആണ്, നാക്കില് പാപ്പിലയിലെ ടേസ്റ്റ് ബഡ്സില് ഗസ്റ്റേറ്ററി റിസപ്റ്റർ സെൽസ്. അവര് എന്ത് ചെയ്യും, ഈ റിസപ്റ്റർ സെൽസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ തിരിച്ചറിഞ്ഞ് അവര് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. നമ്മുടെ ഫുഡിന്റെ എത്ര ഫുഡാണോ കഴിക്കുന്നത്, ആ ഫുഡിൽ എത്ര കെമിക്കൽസ് ആണോ ഉള്ളത്, ആ കെമിക്കൽസിനെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസപ്റ്റർ സെൽസ് ആവശ്യത്തിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. അപ്പൊ നമ്മുടെ നാക്ക്, ടങ്ങിനകത്ത് പാപ്പിലയിൽ ടേസ്റ്റ് ബഡ്സില് ഗസ്റ്റേറ്ററി റിസപ്റ്റർ സെൽസ്. ക്ലിയർ അല്ലേ? അവരെന്ത് റിലീസ് ചെയ്യും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ രുചി അറിയും, ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യും. Neurotransmitters from the gustatory cells can activate sensory neurons in the facial, glossopharyngeal, vagus, cranial nerves. നമ്മുടെ ബോഡിയിൽ 12 cranial nerves ഉണ്ട്. 12 cranial nerves. ഓപ്റ്റിക്, ഓൾഫാക്ടറി, ഒക്കുലോമോട്ടർ, ട്രോക്ലിയ, ട്രൈജെമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മളിത് പഠിക്കും. അതിലെ പ്രധാനപ്പെട്ട നെർവുകളാണ് ക്രേനിയൽ നെർവ്സ് ആണ്, ഫേഷ്യൽ നെർവ്, ഗ്ലോസോഫാരിഞ്ചൽ നെർവ്, വാഗസ് നെർവ് എന്നൊക്കെ പറയുന്നത്. വാഗസ് 10th നെർവ് ആണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഓരോന്നും ഓരോ നമുക്കറിയാം, ഓരോ ക്രേനിയൽ നെർവ്സ് ആണ്. 12 എണ്ണത്തിൽ ഒന്നാണ് ഫേഷ്യൽ, മറ്റൊന്നാണ് ഗ്ലോസോഫാരിഞ്ചൽ, മറ്റൊന്നാണ് വാഗസ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവിടുത്തെയൊക്കെ ക്രേനിയൽ നെർവ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് നമ്മൾ അപ്പോഴും നമ്മൾ എന്താ ചെയ്യാ, നമ്മുടെ ടേസ്റ്റ് ബ്രെയിനിലെത്തി, ബ്രെയിൻ പറഞ്ഞു, അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. എല്ലാ സെൻസും അങ്ങനെയാണ്. കണ്ണോണ്ട് നമ്മൾ കാണുന്നു, അത് ബ്രെയിനിലെത്തുന്നു, ബ്രെയിൻ നമ്മളോട് കണ്ടോളാൻ പറയുന്നു. നമ്മള് ഇയർ കൊണ്ട് ഹിയർ ചെയ്യുന്നു, അത് നമ്മുടെ ബ്രെയിനിലെത്തുന്നു, നമ്മൾ കേൾക്കുന്നു. തൊട്ടാ നമ്മൾ അറിയുന്നു, ബ്രെയിനിലെത്തുന്നു. എല്ലാം അങ്ങനെയാണ്. റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യും, അവര് impulses ഉണ്ടാക്കും. Impulses are sent to the brain and brain receive this stimuli or impulses and they send back the impulses or messages to the organs. അങ്ങനെയാണ് നമ്മൾ എല്ലാ സെൻസും അറിയുന്നത് കേട്ടോ. The taste known as umami, savory taste എന്നാ പറയുന്നത്. Once the gustatory cells are activated by taste molecules, they release neurotransmitter onto the dendrites of the sensory neurons. അങ്ങനെ സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മോട്ടോർ ന്യൂറോൺ വഴി അവർ തിരിച്ചയക്കും. കൊണ്ടുപോകുന്ന ആള് സെൻസറി ന്യൂറോൺ. അതായത് the neurons that carry messages to the central nervous system are known as sensory neurons, and the neurons that carry messages from the central nervous system are known as motor neurons. ക്ലിയർ അല്ലേ? അപ്പൊ കൊണ്ടുപോകുന്ന ആള് സെൻസറി ന്യൂറോണും കൊണ്ടുവരുന്ന ആള് മോട്ടോർ ന്യൂറോണും ആണ്. ഇനിയാണ് നമ്മുടെ വായിൽ ഇനി എന്താ ഉള്ളത്? പല്ലുണ്ടല്ലേ. പല്ല് നോക്കൂ. പല്ലിന് പ്രധാനമായിട്ട് 3 പാർട്ടാണുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ക്രൗൺ, നെക്ക്, റൂട്ട്. ക്രൗൺ എന്ന് പറയുന്നത് നമ്മുടെ പുറത്ത് കാണുന്ന വെളുത്ത ഭാഗമാണ് ക്രൗൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ഉറച്ചിരിക്കുകയാണ് ക്യാവിറ്റിക്കകത്ത് അല്ലെ. അതിന്റെ പല്ലിന്റെ വേര്, അതിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഈ ഗമ്മിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഭാഗം, മോണയുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമില്ലേ, അതിനെയാണ് നെക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇത് പല്ലിനകത്ത് പൾപ്പ് ക്യാവിറ്റി ഉണ്ട്, നെർവ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസ് ഉള്ളത് കൊണ്ടാണ് പല്ല് പറിയുമ്പോൾ നമുക്ക് ചോര വരുന്നത്.
നെർവ്സ് ഉള്ളത് കൊണ്ടാണ് പല്ല് പറിക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ പല്ലിന്റെ സ്ട്രക്ചർ ഇതാണ്. പല്ലിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ പല്ല് എല്ലാ ജീവികളുടെയും പല്ല് ഒരേ നമ്പർ ആണോ? അല്ല. ഒരേ ടൈപ്പ് ആണോ? അല്ല. ഒരേ അറേഞ്ച്മെന്റ് ആണോ? അല്ല. അപ്പൊ ഓരോ ജീവികളുടെയും ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്പർ, കൈൻഡ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത്. നമ്പർ, കൈൻഡ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഈസ് നോൺ ആസ് ഡെന്റീഷൻ. നമ്പർ, കൈൻഡ് ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഈസ് നോൺ ആസ് ഡെന്റീഷൻ. അപ്പൊ നമ്മുടെ ഡെന്റീഷൻ എങ്ങനെയാണ്? ടീത്ത് ആർ എംബഡഡ് ഓർ ടീത്ത് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സോക്കറ്റ്സ് ഓഫ് ദ ജോ ബോൺ. നമുക്ക് അപ്പർ ജോ ഉണ്ട്, ലോവർ ജോ ഉണ്ട്. അപ്പർ ജോയിലെയും ലോവർ ജോയിലെയും സോക്കറ്റ്സിനകത്ത്, കുഴിക്കകത്താണ് നമ്മുടെ പല്ലിരിക്കുന്നത്. സച്ച് എ ടൈപ്പ് ഓഫ് ഡെന്റീഷൻ ഈസ് നോൺ ആസ് തീക്കോഡോൺ ഡെന്റീഷൻ. അങ്ങനെ ഡെന്റീഷനെയാണ് നമ്മൾ തീക്കോഡോൺ ഡെന്റീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളുടെ കാര്യം നോക്കാം. കുട്ടികളിൽ ഒരു സെറ്റ് പല്ല് വരും അല്ലെ, മിൽക്ക് ടീത്ത് എന്ന് പറയുന്ന പല്ല് വരും. ഈ മിൽക്ക് ടീത്തില് കുറെ എണ്ണമൊക്കെ മിൽക്ക് ടീത്ത് മുഴുവൻ വീണു പോകും. എന്നിട്ട് പുതിയ പല്ലുകൾ വരും. ആ പല്ലുകൾ പെർമനന്റ് ആയിട്ടുള്ള പല്ലുകളാണ്. അപ്പൊ രണ്ട് സെറ്റ് പല്ലാണ്, മിൽക്ക് ടീത്ത് ആൻഡ് പെർമനന്റ് ടീത്ത്. അപ്പൊ രണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഡിഫിയോഡോൺ ഡെന്റീഷൻ, ഡൈഫിയോഡോൺ എന്ന് പറയാറുണ്ട്. മിൽക്ക് ടീത്തും പെർമനന്റ് ടീത്തുമുള്ള രണ്ട് ടൈപ്പ് ഓഫ് ടീത്തുകളുള്ള ആ ഒരു ഡെന്റീഷനെയാണ് ഡിഫിയോഡോണ്ട് എന്ന് പറയുന്നത്. മനുഷ്യനിലെ ഡെന്റീഷൻ തീക്കോഡോണ്ടാണ്, ഡിഫിയോഡോണ്ടാണ്. ഇനി നമ്മൾ ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ there are 4 different types of teeth: incisors, canines, premolars, molars. കട്ട് ചെയ്യാൻ, ടിയർ ചെയ്യാൻ, ചൂ ചെയ്യാൻ, അതിനൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാത്തിനും ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ് അല്ലെ. ഇങ്ങനെ ഡിഫറെന്റ് ഫംഗ്ഷൻ, ഡിഫറെന്റ് എന്നുള്ളതിന്റെ അർത്ഥമാണ് ഹെറ്ററോ. അപ്പൊ ഹെറ്ററോഡോൺ. ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ there are 4 different types of teeth: incisors, canines, premolars and molars. അപ്പൊ നമ്മുടെ പല്ല് എന്തൊക്കെയാണ്? തീക്കോഡോണ്ടാണ്, ഡിഫിയോഡോണ്ടാണ്, ഹെറ്ററോഡോണ്ടാണ്. Human dentition is thecodont, diffiodont and heterodont. The number, kind and arrangement of teeth is known as dentition. Teeth are located in the sockets of the jawbone. Such a dentition is known as thecodont dentition. 2 sets of teeth, that is known as diffiodont dentition. Based on the function, 4 different types of teeth: incisors, canines, premolars, molars. So heterodont dentition. Human dentition is thecodont, diffiodont and heterodont. ഇനിയാണ് നമ്മുടെ ഡെന്റൽ ഫോർമുല. നമ്മുടെ ഡെന്റൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പല്ലുണ്ടെന്നുള്ള അറേഞ്ച്മെന്റിനെയാണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. നമ്മുടെ ഡെന്റൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി കാണിച്ചത് ഡെന്റൽ ഫോർമുല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. എന്നാലും ഇവിടെ എഴുതി കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 2 1 2 3 ഡിവൈഡഡ് ബൈ 2 1 2 3. നമ്മൾ മുകളിൽ എഴുതുന്നതിനെ ന്യൂമറേറ്റർ എന്നും താഴെ എഴുതുന്നതിനെ ഡിനോമിനേറ്റർ എന്നും പറയും അല്ലെ. മുകളിലുള്ളത് ന്യൂമറേറ്ററും താഴെയുള്ള ഡിനോമിനേറ്ററും. മുകളിലുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പർ ജോയിലെ പകുതി പല്ലാണ്. അപ്പർ ജോയിലെ പകുതി പല്ലാണ് മുകളിലത്തെ, ലോവർ ജോയിലെ പകുതി പല്ലാണ് താഴത്തെ. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. The method of expressing or describing the total number of teeth in man and animals according to the arrangement is known as dental formula. ഈ ഫോർമുല, ഫിഗേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ്. ഇതിനകത്ത് ഇത് ഞാൻ എഴുതിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അടുത്തതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. I2, C1, PM2, M3 അങ്ങനെയാണ് പറയാം. അപ്പൊ ഡെന്റൽ ഫോർമുല എങ്ങനെയാന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ടീത്ത് ഇൻ ദ അപ്പർ ജോ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് അറ്റ് വൺ സൈഡ് ഓഫ് ദ ലോവർ ജോ. പകുതി പല്ലുകളുടെ എണ്ണമാണ്. നോക്കൂ, ആദ്യം നമുക്ക് പ്രൈമറി ഡെന്റിഷൻ നോക്കണ്ട, പെർമനന്റ് ഡെന്റിഷൻ നോക്കാം. ഇൻസിസേഴ്സ് 2, കനൈൻസ് 1, പ്രീമോളാർ 2, മോളാർ 3. നിങ്ങൾ ഇവിടെ നോക്കോ, ഞാൻ എഴുതി കാണിക്കാം. ഇൻസിസേഴ്സ് 2, കനൈൻസ് 1, പ്രീമോളാർ 2, മോളാർ 3. ഇതാണ് മുകളില്. സെയിം ആണ് താഴെ. അപ്പൊ മുകളില് എത്ര? 2 ഇൻസിസേഴ്സ് ആണ് പകുതിയിൽ കാണുന്നത്. അപ്പൊ ടോട്ടൽ ഇൻസിസേഴ്സിന്റെ എണ്ണം എത്രയാ? മുകളില് 4 എണ്ണം. ഒരു പകുതിയിൽ 2 എണ്ണം, മറ്റേ പകുതിയിൽ 2 എണ്ണം. കനൈൻസോ ഒരു പകുതിയിൽ 1, മറ്റേ പകുതിയിൽ 1, അപ്പൊ 2 എണ്ണം ആയി. പ്രീമോളാഴ്സോ ഒരു പകുതിയിൽ 2 എണ്ണം, മറ്റേ പകുതിയിൽ 2 എണ്ണം, അപ്പൊ 4 എണ്ണമായി. മോളാഴ്സോ ഒരു പകുതിയിൽ 3 എണ്ണം, മറ്റേ പകുതിയിൽ 3 എണ്ണം, അപ്പൊ 6 എണ്ണമായി. എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 16 പല്ലുണ്ട് അല്ലെ മുകളില്. സെയിം ആണ് താഴെ. 16 16 നമുക്ക് എത്ര പല്ലായി? 32 പല്ലായി. 16 16 32 പല്ലായി നമുക്കല്ലേ. അപ്പൊ 32 പല്ലുകൾ എങ്ങനെയാന്ന് മനസ്സിലായില്ലേ?
2123 by 2123. Incisors, canines, premolars, molars. അങ്ങനെ ഓർത്തോളാം. 2123 by 2123. അപ്പൊ രണ്ടെണ്ണം മുകളില് ഹാഫില് കേട്ടോ, രണ്ടെണ്ണം ഹാഫില്, മറ്റേ ഹാഫില് രണ്ടെണ്ണം, 2 2 4. അപ്പൊ നിങ്ങളോട് മുകളിൽ എത്ര ഇൻസിസേഴ്സ് ഉണ്ട്? 4. നമ്പർ ഓഫ് canines in the upper jaw 2. നമ്പർ ഓഫ് premolars in the upper jaw 4. നമ്പർ ഓഫ് molars in the upper jaw 6. സെയിം ആണ് താഴെ. ഇനി വേറൊരു ചോദ്യം ചോദിച്ചാലോ? ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിസേഴ്സ് 8. മുകളിൽ 4, താഴെ 4. ടോട്ടൽ നമ്പർ ഓഫ് canines മുകളിൽ 2, താഴെ 2, 4. ടോട്ടൽ നമ്പർ ഓഫ് premolars 8. മുകളിൽ 4, താഴെ 4. ടോട്ടൽ നമ്പർ ഓഫ് molars 12. മുകളിൽ 6, താഴെ 6. ഇനി നമുക്ക് പ്രൈമറി ഡെന്റിഷൻ നോക്കാം. പ്രൈമറി ഡെന്റിഷൻ നോക്കുമ്പോ 2 1 2 അവിടെ പ്രീമോളാസ് ഇല്ല. 2 1 2 അതായത് 2 ഇൻസിസേഴ്സ്, 1 canines, 1 molars. 2 1 3 2 5 5 5 10 എണ്ണം. 10 എണ്ണം മുകളില്, 10 എണ്ണം താഴെ. അതായത് പ്രീമോളാസ് ഇല്ല. പ്രീമോളാസ് എന്ന് പറയുന്നത് പ്രൈമറി ഡെന്റേഷൻ അല്ലെങ്കിൽ മിൽക്ക് ടീത്തിൽ പെട്ടതല്ല. ഒറ്റ പ്രാവശ്യമേ പ്രീമോളാസ് വരുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. നോക്കൂ, ഇൻസിസേഴ്സ് 2 by 2, താഴെ 2 by 2. canines 1 by 1, താഴെയും 1 by 1. പ്രീമോളാസ് മുകളിലില്ല. പ്രീമോളാസ് എന്ന് പറയുന്നത് പ്രൈമറി ഡെന്റേഷൻ അല്ലെങ്കിൽ മിൽക്ക് ടീത്തിൽ പെട്ടതല്ല. പ്രീമോളാർ എന്ന് പറയുന്നത് പെർമനന്റ് ഡെന്റേഷൻ ആണ്, ഒരിക്കലേ വരുള്ളൂ. മോളാർ നോക്കിയേ, 2 by 2 ആണ് മുകളില്, താഴെ 3 by 3 ആണ്. അതായത് മുകളില് 2 എണ്ണവും താഴെ 2 എണ്ണവും പിന്നെ വരുന്നതാണ്. ഒറ്റ പ്രാവശ്യമേ വരുള്ളൂ. അത് ഏതാന്ന് മനസ്സിലായോ? നമ്മുടെ വിസ്ഡം ടീത്ത് ആണത്. അതായത് ലാസ്റ്റ് 4 മോളാസ്, ഏറ്റവും അവസാനം വരുന്ന ഒരു 17 18 വയസ്സൊക്കെ ആകുമ്പോ അപ്പർ ജോയിലെ 2 എൻഡിലും ലാസ്റ്റ് വരുന്ന മോളാസും ലോവർ ജോയുടെ എൻഡിൽ വരുന്ന അണപ്പല്ല് എന്നൊക്കെ പറയില്ലേ, അതാണ്. അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്. ഈ അണപ്പല്ലെന്ന് പറയുന്ന മോളാസിലെ ലാസ്റ്റ് സെറ്റും അതുപോലെ പ്രീമോളാസും പെർമനന്റ് ഡെന്റേഷനിൽ പെട്ടതാണ്. അപ്പൊ പ്രൈമറി ഡെന്റേഷൻ അല്ലെങ്കിൽ മിൽക്ക് ഡെന്റേഷൻ എന്ന് പറയുന്നത് 2 1 2 ആണ്. പെർമനന്റ് ഡെന്റേഷനോ 2 1 2 3 by 2 1 2 3. എല്ലാ മാമൽസിനെയും വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ബീയിങ്സിനും ഏപ്സിനും സിമിലർ സെറ്റ് ഓഫ് ടീത്തും ഡെന്റൽ ഫോർമുലയുമാണ് ഉള്ളത്. നമ്മളിപ്പോ എന്താ പഠിച്ചത്? ആകെ പഠിച്ചത് മൗത്തിന്റെ കാര്യം അല്ലെ. മൗത്തിൽ ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്. ടങ്ങില് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, 4 തരം ടങ്ങില് പാപ്പില ഉണ്ട്, 4 തരം പാപ്പിലയാണ്. ആ പാപ്പില എന്ന് പറയുന്നത് ഫഞ്ചിഫോം പാപ്പിലെ, ഫോളിയേറ്റ് പാപ്പിലെ, സർക്കംഫാലേറ്റ് പാപ്പിലെ, ഫിലിഫോം പാപ്പിലെ. 4 പാപ്പിലയാണ്. പാപ്പിലയിലാണ് ടേസ്റ്റ് ബഡ്സ് അല്ലെ. ടേസ്റ്റ് ബഡ്സിലാണ് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ്. ആ റിസപ്റ്റേഴ്സില് ഭക്ഷണം എത്തുമ്പോ അവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് സെൻസറി നെർവ് വഴി അയച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ടേസ്റ്റ് അറിയും. എത്ര ടേസ്റ്റ് ഉണ്ട്? സ്വീറ്റ്, സോർ, സോൾട്ട്, ബിറ്റർ, ഉമാമി, ഒലിയോഗസ്റ്റസ്. 6 ടേസ്റ്റ് ആണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു ടീത്ത്. ഹ്യൂമൻ ഡെന്റേഷൻ ഈസ് തിക്കോഡോൺ, ഹെട്രോഡോൺ ആൻഡ് ഡിഫിയോഡോൺ. നമ്മുടെ ഡെന്റൽ ഫോർമുല 2 1 2 3 by 2 1 2 3. ഇങ്ങനെ ഓരോരോ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മൾ എന്താ പഠിച്ച? ഓറൽ ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റി. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് കാണാം. We will meet again in the next class. Thank you.